ഇന്ന് ഞാൻ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വെറും 10 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. ഉള്ളി വഴറ്റണ്ട, മുറിക്കണ്ട, അങ്ങനത്തെ പണിയൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിന് അതും ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിക്കനും ബ്രെഡും ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണോളം റെഡ് ചില്ലി സോസ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ്, ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ്, 1 മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ട് കൊടുന്നതിന്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോയി, നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും എന്തായാലും ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ വിചാരിച്ചിട്ട് ഉണ്ടാക്കാതെ നിൽക്കണ്ട. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ്, അതേപോലെ തന്നെ മുട്ട. ഞാൻ 1 മുട്ട നല്ലോണം അടിച്ചിട്ട് എടുത്തിന്. അതേപോലെ തന്നെ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിന്. അപ്പോൾ ഒന്നും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിന് ഒന്നുകൂടി റോസ്റ്റ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ലുക്ക് ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ എല്ലാ പോപ്സിക്കളും ഇതുപോലെ ചെയ്തെടുത്തിന്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഒന്ന് റൗണ്ട് ആക്കിയിട്ട് അതിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുത്താൽ മതി. വലിയ പണിയൊന്നുമില്ല, ഈസിയാണ്. പുള്ളന്മാർ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓറും അടിപൊളിയാക്കിയിട്ട് തരും. ഇനി ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 10 മിനിറ്റ് മാത്രം മതി നമുക്ക് ഉണ്ടാക്കാൻ. പെട്ടെന്നൊരു സ്നാക്സ് എല്ലാം കഴിക്കണം എന്ന് തോന്നുമ്പോൾ, അതേപോലെ തന്നെ നോമ്പിൻ്റെ സമയത്തെല്ലാം നമുക്ക് കുറേ ടൈം കിച്ചണിലൊന്നും സ്പെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സ്നാക്സ് എല്ലാം ഉണ്ടാക്കണം എന്നെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതേപോലെ തന്നെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്കിതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാനും കഴിയുക. ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇത് വേവിക്കാത്ത ചിക്കനിലല്ലേ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തീ അധികം കൂട്ടണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ അങ്ങനെ തന്നെ നല്ലോണം ഇങ്ങനെ തീയെല്ലാം കത്തിച്ചിട്ട് ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ചിക്കൻ്റെ ഉൾഭാഗമൊന്നും അങ്ങനെ വേവിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിരിച്ചിട്ട് മറിച്ചിട്ട്. അപ്പോൾ 2 സൈഡും ഞാനിപ്പോൾ ഒരേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിന്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത്ര തന്നെയാണ്, ഈസിയാണ് സംഭവം. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, താങ്ക് യു.